ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. പിന്നെ സൈസാറിന് ഇപ്പോഴത്തെ ലോ അറിയാം, ഒരു പെണ്ണിന് ഏത് തെണ്ടിയാണ് വിളിക്കേണ്ട. ഫഹദാണ് കുറച്ചുകൂടി മുഖത്തുള്ളത്. എവിടേക്കോ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ ഈ അടുത്ത് ചെയ്തിരിക്കുന്ന വേഷങ്ങൾക്ക് എല്ലാത്തിനും ഓരോ വ്യത്യസ്തതയുണ്ട്. കള്ളം പറയാനോ ഞാനോ? കുമ്പടി കുമ്പടി നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് മോനെ. അസ്പ്രസ്ഥാന ഹൃദസ്തന്തയും പ്രവർത്തിന്മുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് നമ്മുടെ വീട്ടുകാരുണ്ട്, അപ്പോൾ ഇവര് പുറകെ കൂടെ പോയിട്ടുണ്ട്, ആ ടേക്ക് പോകും. അതിന്റെ ഇടയിൽ പുറത്തുനിന്ന് അതുവഴി പോയിട്ടുണ്ട്, നമ്മുടെ ശ്രദ്ധ പോകും. ചില വീഡിയോ 20-25 ടേക്ക് വരെ പോയിട്ടുണ്ട്. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച് അല്ല നമ്മളെ കരയിപ്പിച്ച ഒരുപാട് സിനിമയുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. കോമഡി വീഡിയോസിൽ എനിക്ക് കിട്ടിയാൽ ഞാൻ തകർക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ അത് ആത്മവിശ്വാസമാണ്. അതെ, എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഒരു ഫോൺ കോൾ ചെയ്താൽ ഇപ്പൊ ഈ മുറി ലക്ഷങ്ങൾ വരും. എങ്ങനാ? അതാ ക്യാരക്ടർ, വിശ്വാസം. അത് കുത്തുവാളെന്ന് അജേഷ് ഉണ്ടാക്കിയെടുത്താടാ, അതാ ഇല്ലാതായി. എൻ്റെ ശരിക്കും ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ് അത്. ഞാൻ അല്ലാതെ ഓൺ വോയിസ് അങ്ങനെ ചെയ്തിട്ടില്ല. സിനിമയിൽ വന്നതാണ്, പക്ഷെ ചെറിയ ചെറിയ വേഷങ്ങളാണ്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അത് ഇപ്പൊ പറയാൻ പറ്റില്ല. ഡെയിലി ഉണ്ടായി അത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രം. ഇപ്പം വേണ്ട, നിർത്താം. കാരണം വെറുതെ ഇനി അതിൻ്റെ പുറകെ പോയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ. തെണ്ടിയാടാ അജേഷ്, പക്ഷെ നമ്മുടെ സ്പേസിലെല്ലാം നമ്മൾ പോരാടും. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാടാ അജേഷ്. ഹായ്, ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു ആർ വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്. സോഷ്യൽ മീഡിയ പലപ്പോഴും ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നൊരു തോട്ട് പൊതുവിലുണ്ടെന്നാലും നമുക്ക് സോഷ്യൽ മീഡിയ വഴി തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരുപറ്റ ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇന്ന് സിനിമ അഭിനിവേശമായ ഒരു പോലീസുകാരനാണ് എൻ്റെ കൂടെ ഉള്ളത്. കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആക്ടർ കോപ്പ് ബിപിൻ ജോസഫ് ആണ് ഇന്ന് സ്കൈലാർക്ക് പിക്ചേഴ്സിനൊപ്പം ചേരുന്നത്. വെൽക്കം ബിപിൻ. നമസ്കാരം. ഹായ്. താങ്ക് യു. സുഖല്ലേ? സുഖമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ ശരിക്കും ഒരു പോലീസുകാരനാണല്ലേ, 10 കൊല്ലമായിട്ട് ഇപ്പോൾ ഒരു പോലീസുകാരനാണ്. അതെ. ഈ പോലീസുകാരനാവുന്നതിന് മുമ്പേ, ഉള്ളിൽ പോലീസ് കയറുന്നതിന് മുമ്പേ എവിടെയോ ഒരു സിനിമക്കാരൻ കയറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് മുതലായിരുന്നു ഈ ഒരു സിനിമക്കാരന്റെ പ്രവേശനം? അങ്ങനെ ഒരു കൃത്യമായ ഒരു സമയം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ പഠന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ സ്കിറ്റുകൾ, അതുപോലെ നാടകങ്ങൾ, ഇതൊക്കെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സാഹചര്യങ്ങളോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചേർന്ന് നമ്മൾ ഈ ആർട്സ് ഡേ അല്ലെ ഓരോ ചെറുപ്പകാലത്താണെങ്കിൽ നമ്മൾ ഓരോ വെള്ളിയാഴ്ചകളിലും വീക്കെൻഡിലും ഒക്കെ ഓരോ അവർ നമുക്ക് അതിനോട് മാറ്റി തരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ നമ്മുടെ ആ സമയത്തുള്ള കോമഡി വിങ്സും പിന്നെ ഞാനും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നോട്ടെ നമ്മളിങ്ങനെ ചെയ്ത് മുന്നോട്ട് പോന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ ആ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ PG കഴിഞ്ഞപ്പോൾ ജോലി ആയി. പിന്നെ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ അവിടുന്ന് ഇങ്ങനെ നമ്മൾ ജോലി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം ജില്ലയിലല്ല, എല്ലാ ജില്ലയിലും ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ജോലി ചെയ്യാത്തതായിട്ട് 1-2 ജില്ലകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ജില്ലയിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സീനിയോറിറ്റി പ്രകാരമാണ് നമ്മുടെ ജില്ലയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ വന്നു. അപ്പോൾ ജില്ലയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പാഷനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് നമ്മൾ അതിലേക്ക് ഒന്ന് വരുന്നത്. ശരി. ഇപ്പോൾ ഇടുക്കിയിലിപ്പോൾ എത്ര വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇടുക്കിയിൽ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷത്തോളം സ്വന്തം നാട്ടിൽ തന്നെ ജോലി. അതെ. ശരി. ഇപ്പോൾ നമ്മൾ ഈ റീൽസ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ആദ്യം ടിക്ടോക്കിലാണ് തുടങ്ങുന്നത്, ഡബ് സ്മാഷിലാണോ? ആദ്യം തുടങ്ങുന്നത് ഡബ് സ്മാഷ് ഉള്ളപ്പം ചെയ്തിട്ടുണ്ട്. ഡബ് സ്മാഷ് ഉണ്ട്. അത് പറഞ്ഞാൽ അത് അപ്പം തന്നെ നിന്നുപോയി എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ടിക്ടോക്ക് വന്നപ്പോൾ അതിൽ ഞങ്ങൾ കുറേ പേരെ ഈ പറഞ്ഞ പോലെ പോലീസുകാർ ഉൾപ്പെടെ ഞങ്ങൾ ആക്റ്റീവായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചില 1-2 വീഡിയോ ഒക്കെ അങ്ങ് കയറിപ്പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ആയിട്ടില്ല. അത് ഇങ്ങനെ അങ്ങ് നിന്നു. ആ സമയത്താണ് ഈ ടിക്ടോക്ക് അങ്ങ് നിന്നു പോകുന്നത്. ടിക്ടോക്ക് നിന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളിലൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ടീം സ്പ്ലിറ്റായി, എല്ലാവരും ഓരോരുത്തരുടെ വഴിക്ക് പോയി. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ ഫേസ്ബുക്കിലെ അപ്പോഴും റീൽസ് ഇല്ല, ഫേസ്ബുക്കിൽ പോസ്റ്റാണ്. ഇപ്പോഴാണല്ലോ ഫേസ്ബുക്കിൽ റീൽ വരുന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് നമ്മൾ ഓരോ വീഡിയോ അനുസരിച്ച് നമ്മൾ ഇടുന്നു. അതിൽ ഉള്ള ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം അവർ കാണുന്നു, അവർ ഷെയർ ചെയ്യുന്നു. പറഞ്ഞാൽ അവർ നമുക്ക് അതിനുള്ള കമൻറ്റുകൾ കാര്യങ്ങൾ എന്താണ് തരുന്നത്, അത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പിന്നെയാണ് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നത്.
ശരി, ഈ ടിക്ടോക്കിൽ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒപ്പം നിന്ന കുറേ ആളുകൾ ഉണ്ടാവും, നമ്മുടെ ഫാമിലി ആവാം, നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാവാം, അവർ നമ്മളോട് പറഞ്ഞ ആദ്യത്തെ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞൊരു റെസ്പോണ്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് എവിടെ നിന്നായിരുന്നു ശരിക്കും ആദ്യത്തെ വന്നത് ഓർമ്മയുണ്ടോ? പോസിറ്റീവ് റെസ്പോൺസ് ശരിക്കും എല്ലാവരും തന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ ആ സമയത്ത് എനിക്ക് എപ്പോഴും എന്റെ ഓർമ്മയിലിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നൊരു നെഗറ്റീവ് റെസ്പോൺസ്. ഉറപ്പായിട്ടും നമ്മൾ അതായിരിക്കും ഓർത്ത്. തീർച്ചയായിട്ടും അതിന്റെ അത് എനിക്ക് എപ്പോഴും ഗുണം ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് പറഞ്ഞ ആൾക്ക് പോലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തു, അപ്പോൾ എല്ലാവരും നമ്മളെ കാണുമ്പോൾ ആ വീഡിയോ കാണുന്നുണ്ടല്ലോ, കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ഒരാളിങ്ങനെ ഇരിക്കുക. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ബിബിനെ വീഡിയോ കൊള്ളാം, ഇതിൻ്റെ പരിപാടികളൊക്കെ കൊള്ളാം, പക്ഷെ ഒരു ആക്ടറിന്റെ എപ്പോഴും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അയാളുടെ കണ്ണുകളിലാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വന്നിട്ടില്ല, അത് വരുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ പോയി ശരി, ഓക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ പിന്നീട് ഇത് അടുത്ത വീഡിയോ ചെയ്യാൻ നേരം ഞാനിതിങ്ങനെ ആലോചിച്ചു, സംഭവം ശരിയാണോ നോക്കിയപ്പം അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മുടെ വീഡിയോ തന്നെ വാച്ച് ചെയ്യുമ്പോൾ കണ്ണിൽ അതിൻ്റെ എക്സ്പ്രസിങ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ അത് കണ്ണിലേക്ക് എക്സ്പ്രസിങ് ആക്കി കൊണ്ടുവന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എല്ലാവരും അത് ഏറ്റെടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. അത് ശരിക്കും അത് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ ഞാനത് കാണുന്നു. ശരി, കാരണം അതാണ് ശരിക്കും ഒരു പോസിറ്റീവ് കമന്റ്. നെഗറ്റീവ് എന്ന് പറയാൻ പാടില്ല, അതൊരു ഫ്യൂവൽ ആയിട്ടുണ്ട്. കാരണം നമുക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നെഗറ്റീവ് കമന്റ് വരുമ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമോ, വരുന്നത് എന്താണെന്ന് വെച്ച് നോക്കുക. നമുക്കത് ഓക്കെ ആണെങ്കിൽ നമ്മളത് എടുക്കും, ഓക്കെ അല്ലെങ്കിൽ അത് വിട്ടേക്കുക. കാരണം എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളാണ്, അതിൽ ചിലത് വർക്കാവും. നമുക്കത് ഓക്കെ ആണോ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയുക, അത് വേണ്ടത് എടുക്കുക, അല്ലാതെ കളഞ്ഞേക്കുക, അത്രേ. ഓക്കെ, ബിപിൻ ബ്രോ, ശരിക്കും ഈ ആക്ടർ കോപ്പ് എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ, അത് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഒരു പോലീസുകാരന് കുറേ അധികം ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ താങ്കളുടെ പരിധിക്കുള്ളിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയാം. ഇത് എപ്പോഴെങ്കിലും ഒരു ചലഞ്ചായിട്ടോ വെല്ലുവിളിയായിട്ടോ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് അങ്ങനെ ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് തന്നെയാണ് പോകുന്നത്. കൂടെയുള്ള സഹപ്രവർത്തകരുടെ അവരുടെയൊക്കെ സമീപനങ്ങൾ എങ്ങനെയാണ്? ഓക്കെയാണ്? അവരൊക്കെ സഹപ്രവർത്തകരെല്ലാം സപ്പോർട്ടിംഗ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും ഇപ്പൊ നമ്മളോട് ഇല്ല. അപ്പൊ എല്ലാവരും ഓരോ ഡ്യൂട്ടി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോയി. ഇപ്പൊ നമ്മളാണെങ്കിലും ഓരോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് പിന്നെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അടുത്തൊരു വീഡിയോ ഇടുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ ആ പാഷനിൽ നിൽക്കുന്നുണ്ട്, നമ്മളാ വീഡിയോ ഇട്ടിട്ട് നമ്മളങ്ങ് പോകുന്നു. ബാക്കിയുള്ളവർ അവരവരുടെ കാര്യങ്ങളായിട്ട് അവർ പോകും. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ അല്ലെങ്കിൽ ഫേസിലോ കണ്ണിലോ ഒക്കെ എവിടെയോ ഒരു ഫഹദ് ഫാസിൽ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ് പറയുന്നത്, ശരിയാകണം എന്നില്ല. എനിക്ക് അനലൈസ് ചെയ്തപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ ഈ അടുത്ത് ചെയ്തിരിക്കുന്ന വേഷങ്ങൾക്ക് എല്ലാത്തിനും ഓരോ വ്യത്യസ്തതയുണ്ട്. അതായത് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ, ഇപ്പോൾ ഷമ്മി ആണെങ്കിലും അതുപോലെ തന്നെ പുഷ്പ 2 ആണെങ്കിലും അങ്ങനെ ചെയ്തിരിക്കുന്ന, ഇപ്പോൾ ഇന്ത്യൻ പ്രണയതയാണെങ്കിലും അതിനകത്തെല്ലാം പുള്ളി ഇപ്പോൾ ഓടുന്ന ആ ഒരു ഭാഗത്തിനാണ്, അതിന് എല്ലാം വെർസറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് കിട്ടിയ ഒരു ചിലപ്പോൾ പുള്ളിയുടെ ഭാഗ്യം കൊണ്ടായിരിക്കും അങ്ങനെ ഒരു വേഷം പുള്ളിയെ തന്നെ തേടിയെത്തി പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പം അദ്ദേഹം ചെയ്തു വെച്ച ഒരു സാധനം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്മളത് അതേ റിയാലിറ്റി തന്നെ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാവാം എല്ലാവർക്കും അങ്ങനെ അത് ഫീൽ ചെയ്തതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ചെയ്തപ്പോൾ അത് നല്ല റെസ്പോൺസ് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇപ്പം CID മൂസയിലെ ആശിഷ് വിദ്യാർത്ഥി സാറിന്റെ ചെയ്തു, അതും ഇതുപോലെ തന്നെ ആശിഷ് വിദ്യാർത്ഥി സാർ കമന്റ് ഞാൻ അതിൽ എന്റെ അടുത്ത ചോദ്യം ആക്ച്വലി അതായിരുന്നു. അതായത് ആശിഷ് വിദ്യാർത്ഥി സാറിന്റെ ഒരു കമന്റ് ഭയങ്കര, അല്ലെ, അദ്ദേഹത്തെ പോലെ ഒരാള് നമ്മുടെ ഒരു കലയെ ശ്രദ്ധിക്കുക, അതിനൊരു അപ്രിസിയേഷൻ തരിക എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു കലാകാരൻ എന്ന നിലക്ക് തീർച്ചയായിട്ടും അദ്ദേഹം അത് സീൻ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. അപ്പൊ നമ്മളത് മെൻഷൻ ചെയ്തു, അദ്ദേഹം അത് സീൻ ചെയ്തു. പക്ഷെ അദ്ദേഹം കമന്റ് ചെയ്തപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കര അപ്രിസിയേഷൻ ആണ്. നമുക്കത് പിന്നീട് അടുത്ത വീഡിയോ ചെയ്യാനും ഒരു അപ്രിസിയേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അതിന് ശേഷം എന്തെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നു സാറായിട്ട്? ആ ഒരു മെൻഷൻ സ്വാഭാവികമായിട്ട് നമ്മുടെ പേഴ്സണലിലേക്ക് DM-ലേക്ക് വരുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടായിട്ടുണ്ടോ സാറായിട്ട് സംസാരിക്കാൻ? ഇല്ല, കാരണം നമ്മൾ ഓൾറെഡി അദ്ദേഹത്തിന് ഒരു ഹായ് സാറിനൊരു മെസ്സേജ് അയച്ചു പോയി. സ്വാഭാവികമായിട്ടും അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത മെസ്സേജ് അയക്കാൻ പറ്റൂ. പക്ഷെ നമ്മൾ അയച്ചില്ലായിരുന്നെങ്കിൽ നമുക്കൊരു എന്തായാലും നമ്മളൊരു ഡീറ്റെയിലിംഗ് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അദ്ദേഹത്തിന് അയക്കായിരുന്നു, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് 2 പേരുകളുണ്ട്. ഒന്ന് അഭിലാഷ് പിള്ളയാണ്, ഒന്ന് ജോജു ജോർജ് ആണ്. ഇവർ രണ്ടാളാണ് മറ്റ് സെലിബ്രിറ്റി സൈഡിൽ നിന്ന് ഞാൻ കണ്ട കമന്റ്സ്. ശരിയായിരിക്കും വിശ്വസിക്കുന്നു. ഇവർ രണ്ടാളാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ എനിക്ക് പേഴ്സണലി മറ്റേ ആൾക്കാർക്ക് മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ സുരഭി ലക്ഷ്മി ചേച്ചിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായിരുന്നു സുരഭി ചേച്ചിയുടെ മെസ്സേജ്? ഇല്ല, അത് ആക്ടിങ്ങിനെ പറ്റി സംസാരിച്ചാണ്. അപ്പം അദ്ദേഹം ആണെങ്കിലും അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചത് എങ്ങനെയാണ് ഈ ഡബ്ബിങ്ങിന്റെ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക്
പുള്ളിക്കാരി ചെയ്ത കുറേ ഡബ്ബിങ് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. ഒന്ന് ഓർക്കണം, ഇപ്പം നമ്മളെപ്പോലുള്ള ഒരാളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഉറപ്പായിട്ടും വേറെ എന്തൊക്കെ പരിപാടിയുണ്ട്, വേറെ എന്തൊക്കെ തിരക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി അത് അയച്ചു തരുമ്പോൾ നമുക്കത് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇതിൽ, അപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട്. അപ്പോൾ കാരണം നമ്മൾ ബിഗ് സ്ക്രീനിലേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലെ അത്ര ഒരു അവസരങ്ങൾ വന്നിട്ടില്ല. അപ്പം നമ്മുടെ മൈൻഡിലുള്ള ഡൗട്ടുകൾ നമ്മൾ ചോദിച്ചു അത് ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ്. അപ്പം അതിനുള്ള മറുപടി ഈ പറഞ്ഞ പോലെ ചേച്ചി സമയം എടുത്തിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സമയം പുള്ളിക്കാരി സ്പെൻഡ് ചെയ്തു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ശരിക്കും. ചാൻസ് ചോദിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. നമുക്ക് രണ്ട് രീതിയിലാണ് ഒരു സിനിമയിലേക്ക് സ്വാഭാവികമായിട്ട് ആളുകൾ എത്തുക. അപ്പോൾ ഇൻസ്റ്റാ റീൽസ് കണ്ട് നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു രീതിയുണ്ട്, നമ്മൾ അങ്ങോട്ട് പോയി ഓഡീഷൻസിനൊക്കെ പങ്കെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഏത് രീതിയാണ് ഇപ്പോൾ കറന്റ് വർക്കൗട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത്? അത്യാവശ്യം എല്ലാ ഓഡീഷൻസും തന്നെ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചാൻസ് ചോദിക്കാറുമുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് 1-2 കോള് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതെ, അത് പറയാറായിട്ടില്ല. പക്ഷേ പരിപാടി നല്ല പരിപാടിയാണ്. അതിൻ്റെ പ്രീ വർക്കിലേക്ക് അത് കടക്കുന്നുള്ളൂ. അപ്പം പ്രത്യേകിച്ച് അത് പറയാറായിട്ടില്ല. പക്ഷേ ക്യാരക്ടർ പരിപാടി എല്ലാം നല്ല പരിപാടിയാണ്. പിന്നെ ഇതെല്ലാം ഞാൻ സിനിമ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. ആ സിനിമ നമ്മൾ അഭിനയിച്ച ആ സിനിമ ഇറങ്ങിയാൽ മാത്രമേ നമ്മളതിനകത്ത് വന്നാൽ മാത്രമേ നമ്മളതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് പറയുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. എത്ര സിനിമകളുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ എത്ര സിനിമകളിലേക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? ഇപ്പോൾ കറന്റ് ഒരു 4-5 പരിപാടി ഉണ്ട്. ഹാപ്പിയാണ് തീർച്ചയായിട്ടും ഹാപ്പിയാണ്. വരാനായിട്ട് സമയം എടുക്കും എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ ഹാപ്പിയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ എപ്പോഴും ആലോചിക്കുക, മനുഷ്യർക്ക് ചെന്നെത്തിച്ചേരേണ്ട ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും അല്ലേ? അവർക്കൊക്കെ അവരുടെ ആത്മാവ് അവരുടെ ഉള്ളിൽ നിന്ന് പറയുന്ന അവിടെ എത്തണം, അല്ലെങ്കിൽ നമ്മളെ നിരന്തരം സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ശരിക്കും അത് തന്നെ ആയിരുന്നില്ലേ സിനിമ ഉള്ളിൽ? തീർച്ചയായിട്ടും അതെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഉള്ളിൽ നമ്മൾക്കിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, നമ്മളോട് തന്നെ ഒരു കുറ്റബോധം നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ, അതായത് ആദ്യമേ ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോൾ റീച്ച് ഒന്നും വന്നില്ല. പിന്നീട് എല്ലാം നിർത്തി ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ശരിക്കും നമ്മൾ ഈ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇട്ട് തുടങ്ങിയപ്പം കുറച്ച് റെസ്പോൺസ് അപ്പോൾ ആ സമയത്ത് കിട്ടിയപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടി. അങ്ങനെയാണ് പിന്നീട് ഈ ഫഹദിക്കയുടെ അതുപോലെ തന്നെ ആശുപത്രി വിദ്യാർത്ഥി സാറിൻ്റെ ഒക്കെ വീഡിയോകൾ വന്നു കഴിഞ്ഞപ്പോൾ അത് വൈറലാകുകയും പിന്നീട് അപ്പം നമുക്ക് തന്നെ ഒരു എൻകറേജ്മെന്റ് ആവുകയും ചെയ്തു. പിന്നെ നമ്മളത് വീഡിയോ ചെയ്ത് അങ്ങനെ സെറ്റായിട്ട് വന്നതാണ്. ഓക്കെ, ഇതിൽ സ്വാഭാവികമായിട്ടും ടേക്സുകൾ എത്ര പോകാറുണ്ട്? ഏറ്റവും എളുപ്പം ചെയ്തൊരു വീഡിയോ ഏതാണ്? ഏറ്റവും ടേക്ക് എടുത്തൊരു വീഡിയോ ഏതാണ്? എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഡയലോഗ് ഭയങ്കരമായിട്ട് കൂടുതലുള്ള അതാണ് പലപ്പോഴും ടേക്ക് കൂടുതൽ പോകാറുള്ളത്. അല്ലെ പിന്നെ ചിലപ്പോൾ ഇമോഷണൽ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ പോകാറുള്ളത്. കാരണം ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരുണ്ട്, അപ്പോൾ ഇവർ പുറകെ കൂടെ പോയിട്ടുണ്ട്, ആ ടേക്ക് പോകും. അതിൻ്റെ ഇടയിൽ പുറത്തുനിന്ന് അതുവഴി പോയിട്ടുണ്ട്, നമ്മുടെ ശ്രദ്ധ പോകും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റേ ഓൺ വോയിസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഇത് ശരിക്കും കുറച്ചുകൂടെ ഒരു പാടുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ അഭിനയിക്കണം, ടൈമിങ് കറക്റ്റാക്കണം, ഡയലോഗ് കൃത്യമായിട്ട് പറയണം. അപ്പം ഇങ്ങനെയുള്ള ഇമോഷൻസ് കൃത്യമായിട്ട് അത് ഔട്ട് ഇറക്കണം. അപ്പം അങ്ങനെയുള്ള പരിപാടി ആയതുകൊണ്ട് അത് ഇച്ചിരി ഹാർഡാണ്. അപ്പം ചില വീഡിയോ 20-25 ടേക്ക് വരെ പോയിട്ടുണ്ട്. പക്ഷെ 2 ടേക്കിൽ കിട്ടിയ വീഡിയോസും ഉണ്ട്. നമ്മുടെ ഫഹദിക്കയുടെ വീഡിയോ ഒക്കെ 1.5 മില്യൺ കയറിയ ആ വീഡിയോ ഒക്കെ എത്ര ടേക്ക് പോയിട്ടുണ്ട്? അത് ഒരുപാട് പോയിട്ടില്ല, ഒരു 2-3 ടേക്കിൽ തീർന്ന സാധനമാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഫഹദിക്കടുത്ത് കുറച്ചുകൂടി ഒരു അല്ലേ. അല്ല, അത് ഞാൻ പറഞ്ഞത് നമുക്ക് സിനിമയോട് ഇപ്പോഴും ഭയങ്കര താല്പര്യമാണ്, അട്രാക്ഷനാണ്. ഇപ്പോൾ പണ്ടത്തെ സിനിമ നമ്മൾ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച സിനിമകളുണ്ട്, എല്ലാ നടന്മാരുടെ. ഇന്ന നടനൊന്നുമില്ല, നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച, അല്ല നമ്മളെ കരയിപ്പിച്ച ഒരുപാട് സിനിമയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ആ സിനിമയിലെ ഡയലോഗുകളൊക്കെ നമ്മൾ ഈ റീലായിട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നമ്മുടെ മൈൻഡിലുണ്ട് പലപ്പോഴും. അത് നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കും. ഈ എക്സ്പ്രഷൻസ് ഇടുന്ന സമയത്ത് നമുക്ക് മുഖത്ത് ഭാവം വരണമെങ്കിൽ 2 രീതിയിലാണ് ആക്ടേഴ്സിനെ പൊതുവിൽ നമ്മളിങ്ങനെ നിരൂപകരൊക്കെ പറയാറുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്ന സീന് അവർ ഉൾക്കൊള്ളും, അത് ആ കഥാപാത്രത്തെ അവരായി സങ്കല്പിക്കും, അപ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സങ്കടം ഉണ്ടാവും. അപ്പോൾ ബ്രോ ഇത് ചെയ്യുമ്പോൾ ശരിക്കും അങ്ങനെ മനസ്സിലേക്ക് എന്താ എടുക്കുക? തീർച്ചയായിട്ടും ആ ഒരു വേർഷൻ തന്നെയാണ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നുള്ള സിനിമ ഒരു ഇമോഷണൽ സീനാണ്. അത് ശരിക്കും ഇപ്പോൾ മമ്മൂക്കയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. അപ്പം അതിലെ ഇമോഷണൽ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കണ്ണ് നിറഞ്ഞ ആ ഒരു ഇമോഷണൽ സീൻ കാണാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, എല്ലാവർക്കും തന്നെ. അപ്പോൾ ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അച്ഛനായിട്ട് അപ്പുറത്ത് നിൽക്കുകയാണ്, അപ്പം മകൻ ആശുപത്രി കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു വെർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിച്ചാൽ നമുക്കത് തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മളങ്ങ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതങ്ങ് സങ്കല്പിച്ച് ഉള്ളിൽ വെച്ചിട്ട് അതേ ഉള്ളൂ, ഉള്ളിലങ്ങ് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മുടെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്തൊരു വീഡിയോ ഏതാ? മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള, ഓക്കെ ഇത് ഞാൻ ദിസ് ഈസ് മീ എന്ന് തോന്നിയ?
അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. ഇല്ല. Favorite പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പണ്ടും ചെയ്യുമ്പോൾ എനിക്ക് താല്പര്യമുള്ള വീഡിയോസ് ശരിക്കും കോമഡി വീഡിയോസാണ്. കോമഡി വീഡിയോസിൽ എനിക്ക് കിട്ടിയാൽ ഞാൻ തകർക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് അഹങ്കാരമല്ല, പക്ഷേ അത് ആത്മവിശ്വാസമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ ചെയ്തു വെച്ചതിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റിയിരിക്കുന്ന പല വീഡിയോസ്, ഇപ്പം ജഗതി ചേട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ പണ്ട് നമ്മളെ ചിരിപ്പിച്ച് അദ്ദേഹം ചെയ്യാത്ത അത്രയും പരിപാടികൾ വേറെ ആരും ചെയ്തിട്ടില്ല. അതുപോലത്തെ കോമഡി ഒന്നിനൊന്നെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പം അത് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മളൂടെ ഒന്ന് സാറ്റിസ്ഫൈ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഒക്കെ വേഷങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും സാറ്റിസ്ഫൈ ആണ്. ഏത് നടന്മാർ അഭിനയിച്ച വേഷം ചെയ്യുമ്പോഴും നമുക്ക് ഇതാണ്. പക്ഷെ അദ്ദേഹമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആർക്കും ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിപ്പം നമ്മുടേതായ വേർഷനിൽ അത് ചെയ്യുമ്പോൾ ഒന്നും ആയില്ലെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആണ്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സീൻ ഓർമ്മ വന്നത്. നമ്മുടെ കൊമ്പടിയെ കാണിച്ചൊരു റീൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് കാണിക്കാം. അത് ചെയ്യാം. ആ സീൻ നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങോട്ട് വിളിപ്പിക്കും. തള്ള അറിഞ്ഞു? അതല്ലടാ, രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേർച്ച നോക്കാൻ. അപ്പൊ താൻ എന്ത് ചെയ്യും? നോക്കും. നോക്കണ്ടേ? നോക്കണോ? നോക്കണം. നോക്കാം. പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല. അതിപ്പോ നോക്കിയാലല്ലേ പറയാൻ പറ്റൂ? നോക്കാണ്ട് തന്നെ പറയണം ചേരില്ലാന്ന്. എങ്കിൽ പിന്നെ നോക്കാണ്ടിരുന്നാ പോരെ? അതല്ലടോ, നോക്കിയിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു പരിപാടി, ബുധ ശുക്രന്റെ ഉള്ളിക്കറി, ശുക്രൻ ചൊവ്വയുടെ ഉള്ളിക്കറി, വ്യാഴം വെള്ളി ശനി ഞായർ, ഇതൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ജാതകങ്ങൾ ചേരില്ലാന്ന് താനൊരു കള്ളം പറയണം. കള്ളം പറയാനോ? ഞാനോ? കുടുംബി കുമ്പടി കുമ്പടി, നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ. അസ്പ്രസ്ഥാന ഹൃദസ്തന്തയും പ്രവൃത്തിൻമുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവർത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ മുഫ്താൻ അങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. എനിക്കെന്താ പറയാന്നറിയോ, ജഗതി ചേട്ടന്റെ ചില എക്സ്പ്രഷൻസ് സത്യം പറഞ്ഞാല് അല്ലെ ഭയങ്കര യൂണിക് ആയിട്ടുള്ള ഇത് അടിപൊളിയായിരുന്നു. സൂപ്പർ സൂപ്പർ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും ഞാൻ ആ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അത് ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഈ ജഗതി ചേട്ടൻ ഇതൊക്കെ എത്ര സമയം പ്രാക്ടീസ് ചെയ്തിട്ടാ ചെയ്യാ? ശരിക്കും ഇതിൽ ശരിക്കും ഞാൻ പറഞ്ഞ ഡയലോഗ് പഠിച്ചാൽ പിന്നെ ഇതെല്ലാം നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഇപ്പൊ ജഗദീഷ് ചേട്ടനാണേലും മുകേഷ് ചേട്ടനാണേലും ഇവരെല്ലാം ആണെങ്കിലും ഇവരുടെ സിനിമകളാണ് നമ്മളെ ഇപ്പോ വന്ദനം അല്ലെ മിന്നാരം പോലുള്ള സിനിമകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എത്ര തവണയാണേലും നമ്മൾ ടി വിയിലിരുന്ന് ഇത് കാണും. അപ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഉള്ളിലേക്ക് ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഡയലോഗ് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ശരിക്കും വന്നിട്ടുള്ളൂ. ബാക്കി വലിയ കുഴപ്പമില്ലാതെ ഞാൻ അതുപോലെ ഞാൻ ലോകത്താരും ചെയ്യില്ല എന്ന് വിചാരിച്ച സീനുണ്ട്. ഏതാണെന്നറിയോ? ജയറാമേട്ടന്റെ ഹസ്ബൻഡ്സ് ഇൻ ഗോവയിൽ ജയറാമേട്ടന്റെ രണ്ട് കണ്ണുകൾ രണ്ട് സൈഡിലേക്ക് വരുന്ന സാധനമൊക്കെ ബ്രോ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കാണുമ്പോൾ ഓഫ് കോഴ്സ് ഒരുപാട് സന്തോഷമുണ്ട്. ബ്രോ ചെയ്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ വന്നത് തന്നെ കാണാൻ വേണ്ടിട്ടാ. ഞാൻ തുറന്നു പറയാം, എനിക്ക് എന്റെ ഭാര്യയോട് തീരെ താല്പര്യമില്ല. എന്റെ മുറപ്പുണ്ടൊക്കെ തന്നെയാ കാര്യം. പക്ഷേ ആള് പഴഞ്ചന. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കുട്ടി ഏതുവരെ പഠിച്ചു? അതിൽ കൂടുതലൊക്കെ എന്തിനാ പഠിക്കുന്നല്ലേ? തന്നെ എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടായി. അയ്യോ, ആ ചുണ്ടടിക്കുന്ന എക്സ്പ്രഷൻ ഇതൊക്കെ സ്പോട്ടിൽ വരുന്നത്. അതിന്റെ ഇടയ്ക്ക് വേറൊരു സീനില്ലാത്തോണ്ട് അപ്പൊ അതെടുത്ത് ഇങ്ങോട്ട് ശരിക്കും ലെജൻസ് അല്ലെ ഇവരൊക്കെ? ഇത് ഇങ്ങനെ തീർച്ചയായിട്ടും എന്റെ അത് ഞാൻ കുറച്ചുമ്പോ പറയാതെ പോയൊരു പേരാണ് ജയറാമേട്ടൻ എന്നൊക്കെ പറഞ്ഞത്. കാരണം അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെയും റീക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ, പ്രത്യേകിച്ച് മറ്റേ പുതുക്കോട്ടയിലെ പുതുമണൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. വാശി ഉണ്ടെങ്കിൽ ചെന്ന് വാങ്ങിച്ചിട്ട് വരാനാടാ പറഞ്ഞത്. വാശി ഉണ്ടടാ, എന്റെ ചോറിലാടാ നീ നിന്റെ പെങ്ങളോട് മണ്ണ് വാരിയിട്ടത്. ആ മണ്ണുള്ള ചോറ് തിന്നിട്ടാണെങ്കിൽ ഞാൻ എന്റെ പൊന്ന് തിരിച്ചു കൊണ്ടുവരുവിടാ. അതിന് ചെല്ലുമ്പോൾ എന്റെ തല പോവാണെങ്കിൽ എനിക്ക് ആ തല വേണ്ടടാ. ഒരു ഫോൺ കോൾ ചെയ്താൽ ഇപ്പൊ ഈ മുറി ലക്ഷങ്ങൾ വരും. എങ്ങനാ? അതാ ക്യാരക്ടർ, വിശ്വാസം. അത് കുത്തുവാളെന്ന് അജേഷ് ഉണ്ടാക്കിയെടുത്താടാ. അതാ ഇല്ലാതായത്. ഈ സ്വർണ്ണമില്ല പിന്നെ അജേഷ് ഇല്ല. അതിന്റെ ഇടയിലാ നീ. വെറും തെണ്ടിയാടാ അജേഷ്. പക്ഷെ നമ്മുടെ സ്പേസിലെല്ലാം നമ്മൾ പോരാടും. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തി ആടാ അജേഷ്. അയ്യോ രോമാഞ്ചം. സത്യം സത്യം ഞാൻ വെറുതെ പറഞ്ഞല്ലേ, രോമാഞ്ചം വന്നു എനിക്ക്. ചിലപ്പോ ഡയലോഗിന്റെ ആവാം, അല്ലെങ്കിൽ ശരിക്കും ആ ഒരു കിതപ്പുണ്ടല്ലോ ഡയലോഗിൽ, അതുവരെ ബ്രോ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. സത്യം, ദാറ്റ്സ് ഒബ്സർവേഷൻ.
കാരണം അതെങ്ങനെ സാധാരണ രീതിയിൽ ആളുകൾ എന്താ ചെയ്യുക, ആ ഡയലോഗ് കാണാതെ പഠിക്കുക, അത് പറയുക. പക്ഷെ ഈവൻ ആ ഇമോഷൻ കൂടി, ആ കിതപ്പും ആ മിടിപ്പും ഒക്കെ അതിലുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, എന്തായിരുന്നു അതിന്റെ അഭിപ്രായം ശരിക്കും ഈ അജീഷിന്റെ ചെയ്തതിന് ശേഷമുള്ള? അജീഷിന്റെ ചെയ്ത് അത്യാവശ്യം സത്യം പറയട്ടെ, ഞാൻ വേറെ പറയട്ടെ, ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഡബ്ബിയാണ്. സത്യം, ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ വിചാരിച്ച ഡബ്ബിയാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ഓൺ വോയിസ് ആണെന്നുള്ളത്. ആദ്യം ഡബ് ചെയ്ത വീഡിയോ ആണ് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൺ വോയിസ് ഒന്ന് ചെയ്താൽ കൊള്ളാൻ തോന്നി. എന്റെ ശരിക്കും ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണത്. ഞാൻ അല്ലാതെ ഓൺ വോയിസ് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ തന്നെയാണ് അത്. അപ്പൊ അത് കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇപ്പൊ ഈ ഒരു ആക്ടർ ആയിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആക്ടർ ആവുക എന്ന് പറയുന്നത് ഒരുപാട് കടമ്പകളുണ്ടല്ലേ ശരിക്കും. നമ്മളല്ലാത്ത ഒരാളായി മാറുക, വേറൊരു സ്പേസിൽ നിന്ന് പെർഫോം ചെയ്യുക, അവരുടെ വിചാരങ്ങളൊക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക, അതല്ലേ? അപ്പൊ ശരിക്കും ഭയങ്കരമായിട്ടൊരു ഒബ്സർവേഷൻ സ്കില്ല് വേണമല്ലോ. അപ്പൊ മുമ്പിൽ വരുന്ന ആളുകളെയൊക്കെ അങ്ങനെ ഒരു പഠനവിധേയാക്കാറുണ്ടോ, ഒബ്സർവ് ചെയ്യാറ്? ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് അതിനെപ്പറ്റി വലിയ അറിവോ വിവരങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞാല് നമ്മള് പ്രഗത്ഭരായിട്ടുള്ള നടന്മാരുടെ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ പറയുമല്ലോ, നമ്മുടെ മുമ്പിലുള്ള ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറയില്ല. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് ഒബ്സർവ് ചെയ്ത് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ വന്നാൽ അത് പുള്ളിക്കൊരു പുള്ളിയുടേതായ ഒരു വെർസറ്റാലിറ്റി ഉണ്ടെങ്കിൽ അത് കൊള്ളാം, അത് ഇന്ന ഒരു സ്കീമിലേക്ക് കൊണ്ടുവന്നാൽ കൊള്ളാമായിരിക്കും എന്ന് തോന്നാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് അവസരങ്ങൾ നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അതിനെപ്പറ്റി ബോധറാകേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, ഉറപ്പായിട്ടും വരും ബ്രോ, കാരണം യു ആർ ടാലന്റഡ്. സോ എന്തായാലും നാളെ ഒരു വേദി നിങ്ങൾക്ക് ഉണ്ട് മലയാള സിനിമ. അങ്ങനെ സംഭവിക്കും, ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കും. ഇൻസ്റ്റാഗ്രാമിനെ പറ്റി പറയുമ്പോൾ ഉറപ്പായിട്ടും, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇൻസ്റ്റാഗ്രാം വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളെ രസം കൊല്ലിയാണ്, അല്ലെങ്കിൽ ടൈം നമ്മളെ ഭയങ്കരമായിട്ട് കൺസീവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോഴും ഇതുപോലെയുള്ള ആളുകളെ നമുക്ക് തരുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. ശരിക്കും സോഷ്യൽ മീഡിയ ലൈഫും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ? ശരിക്കും ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കും. ഞാൻ ഓൾറെഡി സിനിമയിൽ വന്നതാണ്, പക്ഷെ ചെറിയ ചെറിയ വേഷങ്ങളാണ്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യം ഏതായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ ആദ്യം തരുൺ മൂർത്തിയുടെ സൗദി വെള്ളയ്ക്ക പറഞ്ഞ സിനിമയിലാണ് ഞാൻ ഒരു ബിഗ് സ്ക്രീൻ എന്നുള്ള ഒരു ഇതിലേക്ക്, ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന അതുവഴിയാണ്. അപ്പൊ അതില് വളരെ ചെറിയ ഒരു പാസീവായിട്ടുള്ള ഡയലോഗുകൾ കാര്യങ്ങൾ അങ്ങനെ ആണ് അത് പോയത്. പിന്നീട് നമുക്ക് ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു അവസരം വന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓഡീഷൻ അതുപോലെ തന്നെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നടത്തി തന്നെ കിട്ടിയതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ടേബിളിൽ വന്നപ്പോൾ അതും പോയി. എന്നാലും കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ അതിന്റെ ഡയറക്ടർ അഭിയേട്ടനൊക്കെ ആയിട്ട് ഇപ്പോഴും കോൺടാക്ട് കമ്പനിയാണ്. പിന്നെ റീസെന്റ് ആയിട്ട് വന്നതാണ് പാതിരാത്രി എന്ന് പറഞ്ഞ റത്തീന മാമിന്റെ പുഴു സിനിമയുടെ ഡയറക്ടർ. അപ്പം അദ്ദേഹത്തെ ഇതുപോലെ പോയി കണ്ടപ്പോൾ അദ്ദേഹം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി എനിക്ക് കിട്ടിയ ഒരു വേഷമാണത്. അപ്പോൾ എനിക്ക് എൻ്റെതായ സ്പേസിൽ നിന്ന് എനിക്ക് ഡയലോഗ് പറയാൻ പറ്റിയ ഒരു അവസരം തന്നതാണ് റത്തീന മാം, അങ്ങനെ തന്നതാണ്. അപ്പം ഇതെല്ലാം കഴിയുമ്പോഴും നമുക്ക് ഈ സൗദി വെള്ളക്കയിലും അതുപോലെ തന്നെ ചട്ടമ്പിയിലും വരുമ്പോൾ നമ്മൾ സിനിമയെ പാഷനാക്കി ഈ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാതെ മുന്നോട്ട് നമ്മൾ തേടിക്കൊണ്ടിരുന്ന ആളായിരുന്നു അന്ന്. അപ്പൊ അത് കഴിയുമ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ പാതിരാത്രിയിലേക്ക് നമ്മൾ എൻ്റർ ആയത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇന്നതാണ്, നമ്മൾ ചെയ്തത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉള്ളത് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കാണിക്കുന്നത് നമ്മുടെ ഈ വീഡിയോയാണ്. അപ്പം അവർക്കത് ആ വീഡിയോ ചിലർക്ക് ഇഷ്ടപ്പെടാറുണ്ട്, ചിലരത് ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അത് ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, സിനിമയെ പറ്റി ആലോചിക്കും അല്ലെങ്കിൽ ഒരു റീല് ചെയ്തതിന് ശേഷമൊക്കെ ശരിക്കും ഇത് എനിക്ക് ഹെൽപ്ഫുൾ ആണ്. ഞാനിപ്പോൾ നേരത്തെ ചോദ്യം തന്നെയാണ്. അത് ഫഹദിന്റെ ഒരു റീല് കണ്ടിട്ടാണ് ഞാൻ ചോദിക്കാൻ കാരണമായിരുന്നത്. ഈ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അതായത് റിയലിസ്റ്റിക് എക്സ്പ്രഷൻസ് ആണ് ഫഹദ് കൂടുതലും നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അപ്പം ബ്രോക്ക് ശരിക്കും ചെയ്യാൻ താല്പര്യമുള്ള കുറെ കഥാപാത്രങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ സിനിമയിൽ ഭാവിയിൽ, പല കാമുകനാവാം, വില്ലനാവാം, അല്ലെങ്കിൽ നായകനാവാം, പല ക്യാരക്ടർ റോളുകളാവാം. ശരിക്കും എന്താണ് ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു തോട്ട്? എന്താണ് നമുക്കിപ്പോ ഈ പറഞ്ഞ നേരത്തെ, അതായത് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണ ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് അങ്ങനെ പല വേഷങ്ങൾ, ഇപ്പൊ നായകൻ വരുന്നു, നായകൻ കൊള്ളാം, വില്ലൻ വരുന്നു, കൊള്ളാം, അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പല
സിനിമകളോ അല്ല അഭിനേതാക്കളുടെ അഭിനയവും ഒക്കെ കാണുമ്പോൾ നമുക്കിപ്പോൾ ഈവൻ ചെറിയ അഭിനേതാവാണെങ്കിൽ പോലും അവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഇന്ന ക്യാരക്ടർ എന്നൊന്നുമില്ല. അപ്പോൾ അവരെല്ലാവരും അവരുടേതായ വ്യത്യസ്തതയിൽ നിന്ന് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്പേസിൽ നിന്ന് നമുക്കും അതുപോലുള്ള നമ്മുടേതായ ഒരു വേർഷൻ ഉണ്ടാക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഇന്ന ക്യാരക്ടർ എന്നൊന്നുമില്ല, എല്ലാ ക്യാരക്ടറും തേടി വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. കയ്യിൽ വരുന്നതെല്ലാം. അതെ. ഓക്കെ, അപ്പൊ ഞാനിനി നമുക്ക് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ സിനിമയും പാഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് മലയാള സിനിമയെ പറ്റി പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത, എന്താ പറയാ, പറയാതിരിക്കാൻ കഴിയാത്ത രണ്ട് പേരുകളാണ് മമ്മൂക്ക, ലാലേട്ടൻ. എല്ലാ സിനിമാ പ്രേമികളുടെ ഇഷ്ടക്കാരായ രണ്ടാളുകൾ. ഇവരുടെ മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും ബ്രോക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറഞ്ഞാൽ, ഒരു സിനിമ മമ്മൂക്കക്ക്, ഒരു സിനിമ ലാലേട്ടനും പറഞ്ഞാൽ ഏതായിരിക്കും? മമ്മൂക്കയുടെ ആണ് പപ്പയുടെ സ്വന്തം അപ്പൂസാണ് ഇഷ്ടം. ലാലേട്ടന്റെ ആണെങ്കിൽ വന്ദനാണ് ഇഷ്ടം. ഓക്കെ, പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഒരു ബെസ്റ്റ് സീൻ പറയും, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള? തീർച്ചയായിട്ടും അതിന്റെ ക്ലൈമാക്സ് സീൻ തന്നെയാണ് ആ പാട്ടും അതിനോട്. അതെ, അതാണല്ലോ നമ്മൾ ചെയ്തത്. വന്ദനത്തിൽ ആ ഇവർ തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട്, മുകേഷും ജഗദീഷും അതുപോലെ തന്നെ ലാലേട്ടൻ ഒരു കോമ്പിനേഷൻ ഉണ്ട്, മറ്റേ സൈക്കിളിലൊക്കെ പോകുന്നത്. അതാണ് എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു സീൻ അത് തന്നെ. ഓക്കെ, ഇപ്പോൾ ബ്രോ സ്വാഭാവികമായിട്ടും ഒരു അഭിനേതാവ് അല്ലെങ്കിൽ അഭിനയത്തോട് അഭിനിവേശമുള്ള ഒരാളെന്ന നിലയ്ക്ക് ഇവരുടെയൊക്കെ അഭിനയത്തെ പല രീതിയിൽ പല പെർസ്പെക്റ്റീവിൽ നോക്കി കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ബ്രോക്ക് തോന്നിയൊരു കാര്യം എന്താ, ശരിക്കും മമ്മൂട്ടിയുടെ ഒരു ആക്ടിങ് ഈ ഒരു ടൈപ്പ് ആണെന്നോ, ലാലേട്ടൻ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വിലയിരുത്താറുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം അവർക്ക് വന്നിരിക്കുന്ന വേഷങ്ങൾ ഇപ്പൊ ഇന്നയാള് ചെയ്ത് മറ്റേ ആള് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. അവരെല്ലാം അവരവരുടെ വേർഷനിൽ തന്നെ അത് ചെയ്യുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ചെയ്തതുപോലെ തന്നെ ലാലേട്ടന്റെ വേർഷനിലായിരിക്കും അത് ചെയ്യുന്നത്. രണ്ടിനും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും, അതിൻ്റെതായ സെറ്റപ്പും ഭംഗിയെല്ലാം ഉണ്ടാവും. അപ്പൊ അതില് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ആദ്യം ഒരു അവസരം വരെയാണ്, ലാലേട്ടൻ ഒരു സിനിമ വരുന്നു, മമ്മൂക്ക ഒരു സിനിമ വരുന്നു, ആദ്യം ഏത് കമ്മിറ്റി? അങ്ങനെ വന്നാൽ അങ്ങനെയില്ല, നമ്മുടെ സാഹചര്യം ഏതാണോ ആ സമയത്ത് ഡയറക്ടറുമായിട്ട് സംസാരിച്ച് നമ്മുടെ മുന്നിൽ ആദ്യം വരുന്ന ഏതാണോ അതിന് രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, വൺ മലയാളം മൂവി, ഒരു മലയാള സിനിമ പറയണം, അത് ഞാൻ ആ സിനിമയാണ് ഏറ്റവും റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്തിട്ടുള്ളത്, ഞാൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ സിനിമ ഏതാ? കുറെ സിനിമകളുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്, ഞാൻ പറഞ്ഞ ഒരെണ്ണം ഹാപ്പി ഹസ്ബൻഡ്സ് ഒരുപാട് തവണ. ശരിക്കും അതൊരു അൺഎക്സ്പെക്ടഡ് ആൻസർ ആയി. അത് ഒരുപാട് സിനിമകളിൽ ഒരു സിനിമയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വേറെ ഒരുപാട് സിനിമ ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ മിന്നാരം, വന്ദനം, ഈ പറഞ്ഞാല് പുതുക്കോട്ടയിലെ പുതുമണവാളം, ഇതെല്ലാം റിപ്പീറ്റിംഗ് വാല്യൂ ഉള്ള സിനിമ തന്നെയാണ്. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയിലെല്ലാം ഫുള്ള് നമ്മളെ ഇമോഷനെ ചേഞ്ച് ചെയ്ത് കൊണ്ടിരുന്ന എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ സിനിമകളിലൊക്കെ മുഴുനീള കോമഡികളും പരിപാടികളും ഒക്കെ തന്നെ എല്ലാവരും മാറി മാറി വന്ന് നിന്ന് തകർത്തടിച്ച് പോകുന്ന ഒരു സീനാണ് ഇതിനകത്തെ മൊത്തം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോൾ അത് പറഞ്ഞു. ഓക്കെ, ഒരു ക്ലാസിക് മലയാളം സിനിമയിൽ ഒരു റോള് ചെയ്യാം, ഇപ്പം മണിച്ചിത്രത്താഴ് പോലെ അല്ലെ ഏതെങ്കിലും ക്ലാസിക് സിനിമ നമ്മുടെ, അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ബ്രോക്ക് ചെയ്യാൻ ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും എടുക്കുക? അങ്ങനെ എനിക്ക് അല്ല, ഇപ്പോൾ ചില സമയത്ത് മണിച്ചിത്രത്താഴിലെ ലാലേട്ടൻ ചെയ്ത കഥാപാത്രം, സുരേഷേട്ടൻ ചെയ്ത കഥാപാത്രം, അല്ലെങ്കിൽ ഏത് ക്ലാസിക് സിനിമയാണെങ്കിലും നമുക്ക് എടുക്കാം. അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ സിനിമ, ആ സിനിമയിൽ ഒരു കഥാപാത്രം ഇത് എനിക്കൊന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഓക്കെ, ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ട്, പഴയതോ പുതിയതോ ആയ ഒരു ഡയറക്ടർ, സോ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ തോന്നിയൊരു ഡയറക്ടർ? എല്ലാ ഡയറക്ടർമാരുടെ എന്നാലും ഒരാളുണ്ടാവില്ലേ? രാജമൗലി സാർ. യെസ്, രാജമൗലി സാർ. ഓക്കെ, അങ്ങനെ സംഭവിക്കട്ടെ. അതെ, മമ്മൂട്ടിയും അല്ലെങ്കിൽ മമ്മൂക്കയും ലാലേട്ടനും അല്ലാതെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മലയാളം ആക്ടർ? നെടുമുടി വേണുശേഖരന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീൻ? നമ്മുടെ ചിത്രം സിനിമയിലെ കവളില് അടി കിട്ടുന്ന ഒരു സീനുണ്ട്. ആദ്യം പാലത്തിന്റെ അടി കിട്ടുന്ന ഒരു സീനുണ്ട്, അത് ഭയങ്കര ഇഷ്ടം. താങ്കളുടെ ജീവിതം ഒരു സിനിമയാക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ ഏത് സിനിമയുടെ ടൈറ്റിൽ ആയിരിക്കും അതിനെടുക്കുക? ഒരു സിനിമ, നമ്മുടെ ജീവിതം തന്നെ ഒരു സിനിമയാക്കുകയാണെങ്കിൽ ഒരു പേരിടണം എന്ന് വെച്ചാൽ ഒരു സിനിമ പേരിടണം, ഏത് സിനിമ പേരിടും? അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഓക്കെ, പോട്ടെ. മനസ്സിനെ സ്വാധീനിച്ച റീസെന്റ് ഇറങ്ങിയൊരു സിനിമ മനസ്സിനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ്? ഇപ്പോൾ പൊന്മാന. പൊന്മയ്യ, അതെ, അത് ഏറ്റവും റീസെന്റ് ആയിട്ട് കണ്ട സിനിമയാണ്. അത് വളരെ
മനോഹരമായ ഒരു സിനിമ. കാരണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തെ അജേഷ് പി എന്ന് പറഞ്ഞ കഥാപാത്രം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയായിരുന്നെന്ന് തോന്നുന്നു ആ സിനിമ. എല്ലാ ലാംഗ്വേജിലും എല്ലാവരും അത് കാണാൻ ഇഷ്ടപ്പെട്ട അങ്ങനെ എന്തോ ഒരു ഇതിലേക്ക് എത്തിയായിരുന്നു. ഞാൻ അങ്ങനെ എന്തോ ഇവിടെ കണ്ടിരുന്നു. അപ്പൊ അതിലെ ശരിക്കും അജേഷ് പി എന്ന് പറഞ്ഞ കഥാപാത്രം എല്ലാവരും ആകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഒരാൾക്ക് ഒരു ലൈഫിൽ അങ്ങനെ ഒരു നഷ്ടമോ അല്ലെ ഒരു ഫെയിലോ ഒന്നും അല്ല അത്ര ബുദ്ധിമുട്ടേണ്ട വരില്ല. അപ്പോൾ ഫെയില് ഉണ്ടായി അത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതൊരു എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അതാണ്. അതെ, ഒരു മലയാളം കോമഡി സീൻ പറയണം. എപ്പോൾ കണ്ടാലും ഞാൻ ചിരിക്കും. ഞാനത് എപ്പോൾ കണ്ടാലും ചിരിക്കും. അങ്ങനത്തെ ഒരു സീൻ പറ മലയാള സിനിമ പറ. മിന്നാരത്തിലെ മണിമുള്ള രാജുവും മലയിളക്കും അതൊന്ന് റീക്രിയേറ്റ് ചെയ്യോ? അത് രണ്ടുപേരുമാണ്. അതാ പ്രശ്നമല്ലേ. ശരി. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള എന്താണെന്നറിയോ, നമ്മൾ സ്വാഭാവികമായിട്ട് ഇതൊരു സ്ട്രഗ്ലിംഗ് ജേണിയാണല്ലേ. നമ്മൾ നമ്മുടെ കഴിവുകളെ മുമ്പിലേക്ക് കാണിക്കണം. ഒരു വലിയൊരു കടലാണ് സിനിമ. അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു തോണിത്തുഴഞ്ഞ് ഞങ്ങൾ എത്തണം. അപ്പോൾ ഈ ഒരു സ്ട്രഗ്ലിംഗ് ജേണിയിൽ എപ്പോഴെങ്കിലും ഒരു സ്റ്റെപ്പിൽ വേണ്ട നിർത്താം പോവാം എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആദ്യത്തെ ആ ഒരു സിനിമ 2-3 സിനിമയൊക്കെ കഴിഞ്ഞ് അടുത്ത സിനിമകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇപ്പോൾ ആദ്യം നമുക്കിത് അറിയത്തില്ലല്ലോ ഇതെങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ചട്ടമ്പി അതുപോലെ തന്നെ സൗദികളൊക്കെ ബാക്ക് ടു ബാക്ക് വന്ന ഒരു ഇതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന അപ്പം ഇങ്ങനെ ആയിരിക്കും സിനിമയിലേക്ക് വരുന്നത്, ഇനി ഇങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെയാണോ കിട്ടുന്നത്, ഇനി നമ്മളെ ആരെങ്കിലും വിളിക്കുമായിരിക്കുമോ, അപ്പം ഇങ്ങനെയുള്ളൊരു ചിന്തയെന്ന് നമ്മൾ പിന്നെയും അപ്പം ഇതൊന്നും അല്ല, ഇനിയും നമ്മൾ നല്ല രീതിയിൽ കിടന്ന് കഷ്ടപ്പെട്ടാലേ മുന്നോട്ട് പോയാലേ വർക്കൗട്ട് ആവുള്ളൂ എന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ നമ്മൾ ഒരുപാട് പേരെ കാണാനും അതുപോലെ തന്നെ നമ്മൾ അവസരം ചോദിച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ തുടരെ പോകുമ്പോൾ നമുക്ക് അതിനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഒരു സാഹചര്യത്തെ ഓർത്തു ഇനിയിപ്പം വേണ്ട നിർത്താം. കാരണം വെറുതെ ഇനി അതിൻ്റെ പുറകെ പോയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ. പക്ഷെ പിന്നീട് ഈ പറഞ്ഞാൽ ഇത് എന്തിനാണ് ഇത് തുടങ്ങിയതെന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നത്. ഇപ്പം എപ്പോഴെങ്കിലും നമുക്ക് അതുപോലെ ഒരു നെഗറ്റീവ് തോന്നുമ്പം അത് തന്നെയാണ് ശരിക്കും പിടിച്ചു കയറുന്നത്. പിന്നെ ഇവിടെ വരെ ഇത് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. കാരണം നമ്മൾ അത്ര എഫോർട്ട് ഇട്ട് നമ്മുടെ സമയം കളഞ്ഞുമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് ഇവിടെ വരെ എത്തുന്നത്. നമ്മളിത് നമ്മുടെ ഒരു സിനിമയിലേക്ക് ഒരു ലക്ഷ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ എന്തും ഇതിനെ നമ്മൾ അതിലേക്ക് എത്താനായിട്ട് അങ്ങ് നോക്കുക. ബാക്കി വരുവോ വരത്തില്ലയോ എന്നുള്ളതൊക്കെ ഉള്ളത് റിയാലിറ്റിയാണ്. നമ്മളത് എന്താണ് അക്സെപ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, ഈ സിനിമയ്ക്കപ്പുറം അഭിനയത്തിനപ്പുറം സിനിമയിൽ വേറെ ഏതെങ്കിലും മേഖലകളിൽ താല്പര്യമുണ്ടോ? ഇല്ല. എഴുത്തു ഞാൻ കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് പോയി കഥ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടർമാരുടെ അടുത്ത് പോയി കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ ആരോടാണ് അത് 1-2 അതെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അത് ശരി. അപ്പൊ കഥ എഴുത്തുകാരനാണ്. വലിയ എഴുത്തുകാരനൊന്നുമല്ല, നമ്മുടെ സാഹചര്യം കൊണ്ട് എഴുത്തുകാരനായി എന്ന് മാത്രമേ ഉള്ളൂ. സിനിമയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള എഴുത്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഭയങ്കരമായ എഴുത്തുകാരനോ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞാൽ നമ്മൾ പോയി അവരുടെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ടേസ്റ്റിനുള്ള സാധനമല്ല എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അതിൻ്റെ പോയി അതിങ്ങനെ എല്ലാ കാര്യങ്ങളൂടെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് അതുകൊണ്ട് അഭിനയം തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ കൂടുതലും ചെയ്യുന്ന റീക്രിയേഷൻ ഡബിങ് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണല്ലോ. ഇതല്ലാതെ സ്വന്തമായ എന്തെങ്കിലും ഒരു സൃഷ്ടി, അതായത് ഷോർട്ട് ഫിലിം പോലെയോ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ പ്ലാൻസ് ഉണ്ടോ? ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇല്ല. ഇത് ഈ ഓൺ വോയിസ് ചെയ്യുന്ന അല്ലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരവരുടെ തിരക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ തിരക്കിലായിരിക്കും, ഞാൻ തിരക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർ തിരക്കിലായിരിക്കും. പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു ടീമിനെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നടക്കും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഓൺ വോയിസ് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബ്രോ, നമ്മൾ അതുപോലെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ചാൻസുകൾ ചോദിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്യുന്ന നമ്മളിലേക്ക് വരുന്നവരുണ്ട്, നമ്മൾ അങ്ങോട്ട് തേടി പോകുന്നവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തേടി പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറേ അധികം ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ സ്വീകരിക്കുന്ന, അവർ നമ്മളോട് സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്? ഒരു വെൽക്കമിങ് ടോൺ ആണോ? എങ്ങനെയാണ് അവരായിട്ടുള്ള ഡീൽ? ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ വഴിയാണ് എല്ലാവർക്കും, നമുക്ക് വേറെ മാർഗ്ഗമില്ല. നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഇവരുമായിട്ടെല്ലാം കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വഴി ഈ പറഞ്ഞ പോലെ എനിക്ക് എല്ലാ ഡയറക്ടർമാരുടെയും ഫോൺ നമ്പർ തരുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. ഫോണിൽ ഒരുപാട് ഡയറക്ടർമാരുടെ നമ്പറുണ്ട്. അതുപോലെ എൻ്റെ മെസ്സേജ് ഇല്ലാത്ത വളരെ ചുരുക്കം ഡയറക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. ഇപ്പം നിലവിൽ ഒരു
കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഡയറക്ടർമാരുടെ മെസ്സഞ്ചർ എടുത്തിട്ടുണ്ട്. എൻ്റെ മെസ്സേജ് എല്ലാ ഡയറക്ടർമാരുടെ മെസ്സേജിലും ചെന്നിട്ടുണ്ട്. അവസരം ചോദിച്ചിട്ടുള്ള മെസ്സേജ് ചെന്നിട്ടുണ്ട്. അതിൽ റിപ്ലൈ ചെയ്ത ആളുകൾ ആരൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഇവരത് സീൻ ചെയ്യുന്നില്ല, ഇവർക്ക് തിരക്കുള്ളതുകൊണ്ടാവാം. കുറച്ച് പേര് സീൻ ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് കുറച്ചുകൂടെ അവരുമായിട്ട് സംസാരിക്കാനുള്ളത് കുറച്ചുകൂടി ഒന്ന് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അല്ലെ അവർ ഏത് സിനിമയുടെ ലൊക്കേഷനിലാണോ ഉള്ളത് അങ്ങനെ അവരെ തപ്പിപ്പോയി അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അഭിലാഷ് പിള്ള, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം കൊച്ചി വന്നായിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അല്ലാണ്ട് അപ്പോൾ അദ്ദേഹം ആ സമയത്ത് എനിക്ക് ആനന്ദ് ശ്രീവാലയുടെ സമയത്ത് ഞാൻ ഇതുപോലെ നമ്മളൊരു AD വഴി ലൊക്കേഷൻ അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ഡയറക്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അവരെല്ലാവരും ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്മളെ ഈ പറഞ്ഞ ഒരു വെൽക്കമിങ് തന്നിരിക്കുന്ന വളരെ നമ്മളതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ ഈ പറഞ്ഞാൽ എവിടെ കിടന്ന് വീഡിയോ ഒക്കെ ചെയ്ത് അവർക്ക് നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യങ്ങളില്ല, നമ്മളെല്ലാം ഒരുപാട് പേര് അവർക്കുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുമ്പം അവർ ഈ പറഞ്ഞ സിനിമയുടെ ഷൂട്ടിൻ്റെ തിരക്കിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെ ചെന്ന് കണ്ട് അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ ഈ പറഞ്ഞാൽ നമുക്ക് തരുന്ന റെസ്പോൺസ് അത് ശരിക്കും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഒരുപാട് ഇപ്പോൾ നമ്മുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറുണ്ട് സേതുനാഥ് പത്മകുമാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഈ പറഞ്ഞ പോലെ ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. ഞാൻ നേരെ കയറി ചെന്നു, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ്. അപ്പം അദ്ദേഹം നേരെ വന്നു. ആരാ എന്താന്ന് ചോദിച്ചു. ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഈ പറഞ്ഞ എൻ്റെ വീഡിയോ കാണിച്ചപ്പം അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പറൊക്കെ തരികയുണ്ടായി. അടുത്ത പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ ഈ പേര് പറഞ്ഞതിലുപരി ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പേര് പറയാൻ പോകും. കാരണം ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മളെ ഈ പറഞ്ഞാൽ നമ്മളെ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ലോഡ്ജ് പോലത്തെ ഒരു വീട്ടിലേക്ക് ഒരു പെൺകൊച്ചിനെ തരിക എന്ന് പറയുന്നത്, സൈസാർ എന്റെ പുരുഷൻ മനസ്സിലാക്കണം. ആ പാവപ്പെട്ട 3 പെണ്ണുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? പക്ഷെ ബേബിയുടെ ഇഷ്ടം എനിക്ക് പ്രധാനപ്പെട്ടതാണ്. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. പിന്നെ സൈസാറിന് ഇപ്പോഴത്തെ ലോ അറിയാലോ, ഒരു പെണ്ണിന് ഏത് തെണ്ടിയാണെങ്കിലും കേട്ടാ. കഷ്ടാരത്തിന് ലോ അതായിപ്പോയി. അപ്പൊ ഇവനൊരു പണിയൊക്കെ ആയിട്ട് നിങ്ങളുടെ വീട് മെച്ചപ്പെട്ടെന്ന് എനിക്ക് ബോധ്യം വരുന്നൊരവസ്ഥയിൽ നമുക്കത് സംസാരിച്ചാൽ പോരെ? ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല സൂപ്പർ. എന്റെ ഫേവറേറ്റ് ഇതാണ് ശരിക്കും. റീൽസിൽ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ. കാരണം ഫഹദാണ് കുറച്ചുകൂടി മുഖത്തുള്ളത് എവിടേക്കോ കമ്പാരിറ്റീവ്ലി. മോശം എന്നല്ല, ഇതാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തായാലും സ്വപ്നങ്ങളൊക്കെ സാധ്യമാവട്ടെ. ഒരുപാട് സിനിമകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഈ പറഞ്ഞൊക്കെ നമുക്കും ബിഗ് സ്ക്രീനിൽ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല മലയാള സിനിമയ്ക്ക് ഒരു നായകനെ കിട്ടട്ടെ. ഒരുപാട് സന്തോഷം. എന്തായാലും താങ്ക് യു സോ മച്ച്. നായകനായില്ലേ ഒരു നടനാവട്ടെ. അതെ, നായകൻ നടനാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.